അതുപോലെ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും, പണപ്പെരുപ്പം ഉണ്ടാകും. അപ്പം സാധാരണക്കാർ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പം കണ്ടാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചു. ഇവര് ചായക്ക് വരെ വില കൂടിയ ഒരു സാഹചര്യം. അപ്പം നമ്മൾ ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്ത് തന്നെ വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. എങ്കിലും ഇൻഫ്ലേഷനൊക്കെ വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുള്ള സമയത്ത് നമ്മൾ കുറേ കൂടി എന്താ പറയുക, ചിലവ് ചുരുക്കി ജീവിക്കുക. കൂടുതൽ എമൗണ്ട് നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. പല ആൾക്കാരും പലപ്പോഴും ഇപ്പോഴും വലിയ എമൗണ്ട് FD-യിലൊക്കെ നിക്ഷേപിച്ച് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അടുത്ത 2 വർഷമൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് FD റിട്ടേൺ കൊണ്ട് ചിലപ്പം ഒന്നും ആകാത്തൊരു സിറ്റുവേഷൻ വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക, നമ്മളുടെ കൃത്യമായ ഒരു എമർജൻസി ഫണ്ട് മാറ്റി വെക്കുക, നമ്മളുടെ ചിലവ് ചുരുക്കുക, ബാക്കിയുള്ള എമൗണ്ട് മാക്സിമം നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഇക്വിറ്റി പ്രൊഡക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലേഷൻ ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് വരും. ഇപ്പോഴൊരു പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഏതൊക്കെ സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ ഈ സാഹചര്യത്തിൽ മാറി നിൽക്കണം? പ്രധാനമായിട്ടും ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുക. കാരണം സ്മോൾ ക്യാപ്പാണ് വളരെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ വാല്യൂഡ് ആയിട്ടില്ല. കാരണം പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഒരു പരിധിയിൽ കൂടുതൽ റാലി ചെയ്ത് കഴിയുമ്പോൾ അത് ഓവർ വാല്യൂഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇനിയും അതുപോലൊരു റാലി വരുമെന്ന് വിചാരിച്ചു കൊണ്ടുപോയിട്ട് ബൈ ചെയ്യുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞ കൊച്ചിൻ ഷിപ്പ് യാർഡ് ആണെങ്കിലും IRFC ആണെങ്കിലും മീൻസ് റെയിൽവേ സ്റ്റോക്കുകളാണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ കല്യാൺ ജ്വല്ലേഴ്സ് അതുപോലെയുള്ള ജ്വല്ലറി സ്റ്റോക്കുകളാണെങ്കിലും റാലി നടത്തി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് മേടിക്കും. സോ അങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓവർ വാല്യൂഡ് ആയിരിക്കും. മാർക്കറ്റിൽ ഒരു കറക്ഷൻസ് വരുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ വീഴും. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഇപ്പോൾ സിൽവറും ഗോൾഡും വലിയ രീതിയിൽ റാലി നടന്നു കഴിഞ്ഞപ്പം എനിക്കൊന്ന് സിൽവർ ബീസ് 350 വരെയൊക്കെ പോയി. അപ്പോൾ അത്രയും പോയെടുത്ത് പല ആൾക്കാരും ഇക്വിറ്റിയിൽ നിന്ന് വിറ്റ് 350 കൊണ്ടുപോയി ഈ സിൽവർ ബീസ് മേടിച്ചവരുണ്ട്. അതിപ്പോൾ ഏകദേശം 200-ലാണുള്ളത്. ഓൾറെഡി 50% അടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി വലിയ രീതിയിൽ റാലി ചെയ്ത സ്റ്റോക്കുകൾ, ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിറ്റുമാറി വാല്യുവേഷൻ കുറഞ്ഞ സ്റ്റോക്കുകളിലോട്ട് വരിക. പിന്നെ സ്മോൾ ക്യാപ്പിൽ നിന്നും മാറി നിങ്ങൾ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിലോട്ടൊക്കെ കൂടുതൽ അലോക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയും മാർക്കറ്റിൽ ഒരു ഫാൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഡെപ്ത് ഫണ്ടിലോട്ടും അതേപോലെ തന്നെ ഗോൾഡിലോട്ടൊക്കെ വളരെ ചെറിയ രീതിയിൽ അലോക്കേഷൻസ് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ കാണുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം, ഇപ്പം മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഇടിവൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആളുകൾ മൊത്തത്തിൽ ഒന്ന് പാനിക് ആവും. SIP പോലെയുള്ള സേവിങ്സ് വരെ നിർത്തി കിട്ടുന്നത് പിൻവലിക്കാറുണ്ട്. അപ്പം SIP ഈ സാഹചര്യത്തിൽ നിർത്തുന്നതാണോ അതോ കൂടുതൽ തുക അതിലേക്ക് നിക്ഷേപിച്ച് ഭാവി സുരക്ഷിതമാക്കുന്നതാണോ മികച്ച തീരുമാനം? SIPയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റേ അതിൻ്റെ ഒരു ആവറേജ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ആവറേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇടിയുന്നോ ഇല്ലെങ്കിൽ മാർക്കറ്റ് കയറുന്നോ ഇല്ലെങ്കിൽ മാർക്കറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നോ എന്നുള്ളത് SIP ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നേ ഇല്ല. ഒരു ലോങ് ടൈമിൽ താഴോട്ട് പോയാലും മുകളിലോട്ട് പോയാലും അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാലും ഈ എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് ആവറേജ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ SIP ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോവുക. നമുക്ക് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്തു പോവുകയും ഫ്യൂച്ചറിൽ അതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് ബെനിഫിറ്റും കൂടെ കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. SIP ചെയ്യുന്ന ഒരാൾ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യവും ഇല്ല. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള ഡിപ്പുകൾ കിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിൽ 15-20% കറക്ഷൻസ് എന്നൊക്കെ പറയുന്നത് 3-4 വർഷത്തിലൊക്കെ ഒരിക്കൽ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളുടെ കയ്യിൽ ലംസം ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ SIPയുടെ കൂടെ നമുക്ക് ആ ഒരു ലംസം എമൗണ്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാം, തീർച്ചയായിട്ടും എടുക്കാം. നിങ്ങൾക്ക് നല്ല ഡിപ്പ് കിട്ടുവാണെങ്കിൽ ലംസം ഇൻവെസ്റ്റ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി എടുക്കുക. ഇനി ഡിപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും SIP എല്ലാ സിറ്റുവേഷനിലും കണ്ടിന്യൂ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. ബാങ്ക് FD നിരക്കുകൾ കുറയുന്ന സാഹചര്യത്തിൽ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഫണ്ടുകളും സ്റ്റോക്കുകളൊക്കെ ഏതൊക്കെയാണ്? ഹൈബ്രിഡ് ഫണ്ടുകൾ സ്വാഭാവികമായിട്ടും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്. അതായത് ഇക്വിറ്റിക്ക് വളരെ ചെറിയ എക്സ്പോഷർ കൊടുത്ത് 70 or 80% ഫിക്സ്ഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന ഡെപ്റ്റ് ഫണ്ടുകൾക്ക് ഇടുകയും ഒരു 20-30% ഒക്കെ ഇക്വിറ്റിക്ക് മാത്രം കൊടുക്കുന്ന കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളൊക്കെ ഉണ്ട്. അതിലിടുകയാണെന്നുണ്ടെങ്കിൽ 9%, 10% ഒക്കെ നമുക്ക് വലിയ നഷ്ടമില്ലാണ്ട് അല്ലെങ്കിൽ വലിയ റിസ്ക് ഇല്ലാണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടും. എന്നാൽ ഇക്വിറ്റിയിൽ ഒരു റാലി വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗവും നമുക്ക് അപ്രിസിയേഷനായിട്ട് ഈ ഫണ്ടുകളിൽ
കിട്ടും. സോ നമ്മളുടെ റിസ്ക് കപ്പാസിറ്റി മനസ്സിലാക്കി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളോ ഇല്ലെങ്കിൽ നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളോ ഒക്കെ ചൂസ് ചെയ്യാം. അതുപോലെ ഒരു ചെറിയ രീതിയിലുള്ള എമൗണ്ടുകൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിങ്ങിന്റെ സൗകര്യം പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കുക? ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മളത് ചെയ്തു പോവുക, ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. വൺസ് നമ്മൾ ആ ഒരു ട്രാക്കിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പം വളരെ ചെറിയ തുകയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഒരു 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ 10% കൂടി ഇൻക്രീസ് ചെയ്തുകൊണ്ട് 2200 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ 2200-ന്റെ 10% ഇൻക്രീസ് ചെയ്ത് 2500 രൂപ അടയ്ക്കുക. സോ ഓരോ വർഷവും നമ്മളുടെ സാലറിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാലറിയിൽ ഹൈക്ക് വരും. അതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഈ ഒരു 10% ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള വെൽത്ത്. ഇപ്പോൾ നോർമലി നമ്മൾ 2000 ഇട്ട് നമുക്ക് 20 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് അപ്പ് SIP യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 20 ലക്ഷത്തിന് പകരം നമുക്ക് 50-60 ലക്ഷം വരെയൊക്കെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് ചെലവ് ചുരുക്കി ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. അതിന് പകരം നമ്മൾ ഒന്നെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യുക, നമ്മളുടെ ജോലിയിൽ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പുറമെ എന്തെങ്കിലും ഒരു പാസീവായിട്ടുള്ള ഇൻകം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക, പയ്യെ മുൻപോട്ടുള്ള ഓരോ വർഷങ്ങളിലും കൂട്ടുക. അങ്ങനെ നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.